ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു പുതിയ വീഡിയോ. നിഫ്റ്റി ഒന്ന് കനത്ത ഒരു സൈഡ് വേസിലായിരുന്നു നിൽക്കണ്ടായിരുന്നത്. മോർണിംഗിൽ ഒരു നല്ലൊരു ട്രേഡ് വന്നെങ്കിലും മോർണിംഗിൽ നല്ല ട്രേഡ് വന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത് പിയിലും സിയിലും വന്നിട്ടുണ്ട്. പക്ഷെ രണ്ട് സൈഡിലേക്കും നമുക്ക് 1:2 വന്നിട്ടുണ്ട്. 1:2, 1:3 അതിൻ്റെ ഒരു റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. 50 പോയിൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ മാർക്കറ്റ് ഒരു ഫുൾ ഓൺ സൈഡ് വേസ് ആയിരുന്നു കേട്ടോ. ഏതാണ്ട് ഇവിടെ നിന്ന് തൊട്ടിട്ട് 10:30 തൊട്ടിട്ട് മാർക്കറ്റ് 3:30 വരെ ഫുൾ ഓൺ സൈഡ് വേസിലാണ്. ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ ഇടയിൽ ആ സൈഡ് വേസിനും ട്രേഡ് വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചാണത് ഡേ ഹൈ ഡേ ലോ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈ, ഇന്നലത്തെ ഡേ ലോ, അതാണ് ഫസ്റ്റത്തെ മെയിനായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത്. അതിനനുസരിച്ചിട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് വരാമെന്നുണ്ടെങ്കിൽ അടുത്തൊരു റീസെൻറ്റ് ഡേ ലോ എടുക്കും. ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ റീസെൻറ്റ് ഡേ ഹൈ എടുക്കും. ഡേ ക്യാൻഡിലിൻ്റെ ഹൈ ആണ് എടുക്കുന്നത്. എപ്പോഴും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്നലത്തെ ലോയുടെ ഇവിടെ മാർക്കറ്റ് നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 425, 830 നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫർദർ ആയിട്ടുള്ള ഫോളിലേക്കൊന്നും മാർക്കറ്റ് എത്തിയില്ല എന്ന് മാത്രം. നമ്മൾ ഇത്രയും സ്ട്രൈക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് 84,800 സി ആണ്. ഇത് 1:1 വന്നിട്ടില്ല. 39.5 പോയിൻ്റാണ് വന്നേക്കണത്. അപ്പോൾ 40 പോയിൻ്റ് വന്നിട്ടാണ് 1:1 ആവുള്ളൂ. ഇത് അത്യാവശ്യം ഇത്തിരി അടിയിൽ നിന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ക്യാൻഡിൽ വരെ വെയിറ്റ് ചെയ്യണം. 9:30 ക്യാൻഡിൽ വരെ വെയിറ്റ് ചെയ്യണം. ട്രേഡ് ആക്ടിവേഷൻ ആവുന്നത് 9:23 അപ്പോൾ 9:30 ക്യാൻഡിൽ എടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഇതിലൊരു മേജറായിട്ടുള്ളൊരു പ്രശ്നം കിടക്കുന്നത് ഈ ട്രേഡ് എടുത്തിട്ടുള്ള ഒരാളുടെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോവാം. അതായത് അതിൻ്റെ ഒരു ഫോൾട്ടാണ് ഞാൻ പറയണത്. ലോസാണ് ആൾക്ക്. അതായത് 4,000 രൂപ ഈ ട്രേഡിൽ ലോസാണ്. SL ഇടാണ്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ആ ലോസ് വന്നേക്കണത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഈ ട്രേഡ് റൺ ചെയ്യണതിന് മുമ്പേ നിഫ്റ്റി ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു 10-20 പോയിൻറ്റ് പ്രോഫിറ്റിലാണ് ഈ ട്രേഡ് റൺ ചെയ്യണതിന്. ഇത് റൺ ചെയ്ത് കഴിയണത് 20 പോയിൻറ്റ് പ്രോഫിറ്റിലാണ്. ഇത് SL അടിക്കുമ്പോഴും പ്രോഫിറ്റിലാണ് അത്. അതായത് നമുക്ക് ഇത്തിരി താഴ്ന്നതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും SL ഇടാണ്ട് ട്രേഡ് ചെയ്യരുത്. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് പോയി കഴിഞ്ഞാൽ പിന്നെയും ട്രേഡ് വരും. ഒന്നെങ്കിൽ ഇതേ ട്രേഡ് റീ എൻട്രി വരും, അല്ലെങ്കിൽ വേറെ സ്ട്രൈക്കിൽ ഇപ്പോൾ പിയുടെ ഇത് സി ട്രേഡാണ്. അപ്പോൾ പി സൈഡിൽ നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു സെൻസസിൽ. അതിൽ 100 പോയിൻറ്റ് വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ 100 പോയിൻ്റാണ് ഇവിടെയുള്ള റിസ്ക് വെച്ചേക്കണത്. ഹോൾഡ് ചെയ്ത് ആ 100 പോയിൻ്റ് ഇവിടെ കളഞ്ഞു. അവിടെ കിട്ടേണ്ട 100 പോയിൻ്റ് ഇവിടെ കളഞ്ഞു. അതാണ് അത്രയും ലോസ് വരാൻ കാരണം. അത് റിക്കവറായി ആളെന്ന് ടോട്ടൽ പ്രോഫിറ്റിലാണ്. പക്ഷേ അവിടുത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് എപ്പോഴും പ്രൈസ് മുകളിലേക്ക് പോകണം എന്നൊരു ആവശ്യമാണ്. പിന്നത്തെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് എടുത്തു. ആ ട്രേഡ് എപ്പോഴും 50 പോയിൻറ്റ് നിഫ്റ്റിയുടെ ടോട്ടൽ നിഫ്റ്റിയുടെ കാര്യമാണത്. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് 50 പോയിൻ്റ് തന്നെ പോകണം എന്ന് നമ്മൾ പറഞ്ഞിരിക്കരുത്. ഞാനിവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് അങ്ങനത്തെ ഒരു സിനാരിക്ക് ഞാൻ നിൽക്കണില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മിനിമം 1:1 മുകളിൽ കിട്ടണം. അത് 10 മിനിറ്റ് കൊണ്ട് കിട്ടണം. ട്രേഡ് എടുത്ത ശേഷം 10 മിനിറ്റ് കൊണ്ട് 1:1 മീൻസ് ഞാൻ 10 പോയിൻ്റാണ് SL ഇടുന്നത്. അപ്പോൾ 10 പോയിൻ്റ് മുകളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് 10 മിനിറ്റിനുള്ളിൽ വരണം. അതാണ് എൻ്റെ ഒരു കൺസേൺ. അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ അത്ര കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോട്ട് മാനേജർ അവിടെ ചെയ്യാം. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക നിങ്ങളുടെ ലോട്ടിനെ. മീൻസ് നിങ്ങളുടെ ഒരു 2 ലോട്ട് ഉണ്ടെങ്കിൽ 1 ലോട്ടിനെ വിൽക്കുക. 10 ലോട്ടുള്ള ഒരു 5 ലോട്ടിനെ വിൽക്കുക. 15 പോയിന്റിൽ വിൽക്കുക. ബാക്കിയുള്ള 5 ലോട്ട് അല്ലെങ്കിൽ 1 ലോട്ട് ഹാഫ് ലോട്ടിനെ നിങ്ങൾ റൺ ചെയ്യിക്കുക. ഇതേ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 50 പോയിന്റ് വന്നോളും, അല്ലെങ്കിൽ 30-40 പോയിൻ്റൊക്കെ വന്നോളും. മാർക്കറ്റ് ഓടാത്ത സിനാരിയോസിൽ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു 10 പോയിന്റ് കിട്ടണമെങ്കിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 10 പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ. 10-15 എന്ന് പറഞ്ഞ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് ലോട്ടിനെ വിൽക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മാർക്കറ്റ് ഫർദർ മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള പറഞ്ഞ പോലെ ഒരു 1:2 എല്ലാ ട്രേഡിലും എടുക്കാൻ നോക്കുക. മനസ്സിലായില്ലേ? 1:2, അതായത് 20 പോയിന്റ് നിഫ്റ്റിയിൽ എല്ലാ ട്രേഡിലും നിങ്ങൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. 20 പോയിന്റിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 20 പോയിന്റാണ് നിങ്ങൾക്ക് അടുത്ത 2 ട്രേഡിനുള്ള എനർജി. മനസ്സിലായില്ലേ? ഇപ്പോൾ ഹാഫ് ലോട്ട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഹാഫ് ലോട്ടാണ്. അതായത് 1 ലോട്ട് വിറ്റാൽ നമുക്ക് 750 രൂപ കിട്ടണം. അടുത്ത 1 ലോട്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 1,500 രൂപ കിട്ടണം.
കാരണം ടോട്ടൽ 2250 രൂപ ഒരു ലോഡിൻ്റെ കണക്കിനാണ് നിങ്ങൾക്ക് കിട്ടുക. ടോട്ടൽ ആ ട്രേഡിൽ 20 പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ട്രേഡിൽ എടുക്കുമ്പോൾ 1500 നഷ്ടം വരുന്നത്. അപ്പോൾ ആ ട്രേഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റും. അപ്പോൾ സ്റ്റിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. 20 പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിൽ പ്രോഫിറ്റിലായിരിക്കും. 1500 രൂപ നഷ്ടം വരുന്നുള്ളൂ. ബാക്കി 750 രൂപയുടെ പിന്നെയുണ്ട്. ഇനിയിപ്പോൾ ലോസ് വന്ന് പിന്നത്തെ ഒരു ട്രേഡ് കൊണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോട്ട് എടുത്താൽ മതി. 750 റിസ്ക് വെച്ചിട്ട് ഒരു ലോട്ട് എടുത്താൽ മതി. അത് ഇൻ കേസ് ഒരു 10 പോയിന്റ് 20 പോയിന്റ് പോവുകയാണെങ്കിൽ പിന്നെ ഇതേ റിട്ടേൺക്ക് തന്നെ വന്നോളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവിടെ നിങ്ങൾ 2 ലോട്ട് എടുക്കുകയാണെങ്കിൽ 750 രൂപയാണ് നമുക്ക് ടോട്ടൽ ലോസ് വരുന്നുള്ളൂ. 20 പോയിന്റ് എടുത്താലുള്ള ഗുണങ്ങളും ഇതൊക്കെയാണ്. ഇതേ സംഭവം തന്നെ 30 പോയിന്റ് എടുത്ത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത്രയും കൂടുതൽ റിസ്ക് റിവാർഡ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് SL കൊടുക്കാനുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങളിലുണ്ട്. ഇതൊക്കെ SL വരികയാണെങ്കിലാണ് കേട്ടോ. വന്നില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നല്ല പ്രോഫിറ്റാണ്. അപ്പോൾ അതങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകേണ്ടത്. നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റിൽ എവിടെ ഇറങ്ങണം എന്നുള്ളത്. ഞാനിവിടെ 50 പോയിന്റ് തന്നെയാണ് എല്ലായിടത്തും പറയണത്. പക്ഷേ 50 പോയിന്റ് കിട്ടില്ലെന്ന് എനിക്ക് വരാം, നിങ്ങൾക്കറിയാം. എല്ലാ ട്രേഡും 1 മിനിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ട്രേഡും 50 പോയിന്റ് കിട്ടില്ല. അപ്പോൾ കിട്ടണ പോയിന്റിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അല്ലാണ്ട് ഇതിലൊരു മിറാക്കിളും ഇല്ല. മനസ്സിലായോ? നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഒരു ലോഡ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുക. പഠിച്ചില്ലെങ്കിൽ അവിടെ ക്യാപിറ്റൽ നിങ്ങൾ അറിയാണ്ട് തന്നെ അത് വാനിഷ് ആവും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലോഡ് മാനേജ് ചെയ്യണില്ല. SL മാത്രം ഫോക്കസ് ചെയ്ത് 30 പോയിന്റ് പോയാലും 20 പോയിന്റ് പോയാലും SL തന്നെ ഇട്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴും ബുദ്ധിമുട്ടാണ്. ഈ 10 പോയിന്റ് പോയി നിങ്ങൾ ഈ പറഞ്ഞ ഹാഫ് ലോഡിനെ വിൽക്കണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് എല്ലാ ലോഡിനെയും വെക്കേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് അടിച്ച് പോയി എന്തുണ്ടാവും? നിങ്ങൾക്ക് പിന്നെ ട്രേഡ് ഇല്ല. നിങ്ങൾ വേറെ ട്രേഡ് നോക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ലോഡിന് വിറ്റ് അല്ലെങ്കിൽ ഹാഫ് ലോഡിന് വിറ്റ് ബാക്കിയുള്ള SL തന്നെ വെക്കാൻ പറയണത്. അപ്പോൾ ട്രേഡ് കയ്യിൽ നിന്ന് പോകണില്ല. അത്ര ഉള്ള അതിൻ്റെ അടുത്ത് ലോജിക്ക് കേട്ടോ. നമുക്ക് ഫുള്ളോട്ട് കോസ്റ്റ് വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ബാക്കി ആ ട്രേഡ് കയ്യിൽ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റാണ്. അത് നിങ്ങളുടെ ഒരു ഇത് മൈൻഡ് സെറ്റിൽ ചെയ്യുക. മിനിമം നമ്മൾ എപ്പോഴും ഒരു 1:2 എടുക്കാൻ ശ്രമിക്കുക. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് 30-40 വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബുക്ക് ചെയ്തേക്ക്. അത്ര ഉള്ള കാര്യം. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ 30 പോയിന്റ് 35 പോയിന്റ് 40 പോയിന്റ് പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം ഈസി ആയിട്ട്. 10 മിനിറ്റും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തു പോവുക. അപ്പോൾ ഇത് നമുക്കൊരു കോസ്റ്റ് എന്ന് പറയാം. SLൻ്റെ ആവശ്യം എന്തായാലും ഇല്ല അതിൻ്റെ ഉള്ളിൽ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ക്യാനിൽ വരണത്, തിരിച്ച് താഴേക്ക് വരണത്. അപ്പോൾ കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ SL പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ റൂൾസിൻ്റെ അണ്ടറിൽ വരുന്ന സംഭവമല്ല. 10 മിനിറ്റാണ് ഹോൾഡിങ് ടൈം ഉള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ട്രേഡ് 25,950. ഇതാണ് നമുക്ക് ഓൾറെഡി നേരത്തെ കണ്ട സെൻസസിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള, അതിനൊക്കെ മുമ്പ് കിട്ടിയിട്ടുള്ള നിഫ്റ്റി ട്രേഡ്. ഇത് 22 പോയിന്റ് കറക്റ്റ് പോയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും നേരം സംസാരിച്ച സംഭവം ഇവിടെ നോക്കി വെക്കുക. നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ ആവണ ക്യാനിൽ ഈ റെഡ് ക്യാനിലാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. 9:18 ക്യാനിലാണ്, റെഡ് ക്യാനിലാണ്. അതിലാണ് ട്രേഡ് ആക്ടിവേഷൻ ആവുന്നത്. അവിടെ നിന്ന് 20 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. 10 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് എല്ലാ ലോട്ടും നമുക്ക് കോസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഹാഫ് ലോഡിന് വേണ്ടിയിട്ട് ഹോൾഡിനെ അങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ നോക്കുക. 1 2 3 4 5 6 7 8 9 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 20 പോയിന്റ് നമ്മൾ അത്രയ്ക്ക് എടുക്കണം. 108-ന് 129. 10 മിനിറ്റ് കൊണ്ട് 20 പോയിന്റാണ് വന്നേക്കണത്. 8 മിനിറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് 20 പോയിന്റ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് അത്രയും പോയിന്റ് അവിടെ വന്നു. അപ്പോൾ നമുക്ക് ലോഡ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ 1:2 കിട്ടി എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങും ചെയ്യാം. ഇതിൽ 2 ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. അത് നിങ്ങളെങ്ങനെ പ്രയോഗിക്കണ പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? ഹാഫ് ലോട്ടിന് വിറ്റ് ബാക്കി ഉള്ള ലോട്ടിനെ SL വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട 20 പോയിന്റ് നിങ്ങൾക്ക് നഷ്ടമാവും. മോളിക്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് താഴ്ത്തിക്കാണ് പോയിക്കണത്. അപ്പോൾ പിന്നെ നിങ്ങളവിടെ ട്രേഡ് ബ്രേക്ക് ഡൗൺ ആയി. മീൻസ് നിങ്ങളൊരു ബ്രോക്കറേജ് മാത്രം കുറവുള്ള ലെവലിലേക്ക് എത്തി. കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ബ്രോക്കറേജ് മാത്രമേ പോകണുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും നമ്മൾ ആ പ്രോഫിറ്റിനെ, ഇപ്പോൾ നിങ്ങൾ ഹാഫ് ലോട്ട് കിട്ടി കഴിഞ്ഞാൽ അതിലൊരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് നമ്മൾ SL കളഞ്ഞ് ബ്രോക്കറേജ് അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഫുൾ ലോട്ടിന് നിങ്ങൾ കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ലോസൊന്നുമില്ല. ബ്രോക്കറേജ് മാത്രമാണ് അടിക്കണത്. അപ്പോഴും ഇതാണ് രണ്ട് വ്യത്യാസം. ഇനിയിപ്പോൾ ഇൻ കേസ് ഇത് നേരെ കയറി പോകാമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഫുൾ ലോട്ടുള്ളവർക്ക് തിരുവനന്തപുരം നല്ല പ്രോഫിറ്റ് കിട്ടും. ഇത്തിരി റിസ്ക് ഒന്നും വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഹാഫ് ലോഡിൻ്റെ കാര്യം ഞാൻ പറയണത് കേട്ടോ. പിന്നെ ഇതും SL ഇല്ല കേട്ടോ. പിന്നെ അതായത് നമുക്ക് 20 പോയിന്റൊക്കെ നിങ്ങൾ 8 മിനിറ്റ് കൊണ്ട് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ SL കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. SL നിങ്ങൾ
അങ്ങനെ കോസ്റ്റ് ഇടുക എന്നുണ്ടെങ്കിൽ അങ്ങനെ കോസ്റ്റ് ഇടുക, മനസ്സിലായില്ലേ? പിന്നെ അവിടെ റിസ്ക് ഫ്രീ ആണ്. ആ ട്രേഡ് അത്രയ്ക്കേ പോകണുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്യണില്ല, കുറേ നമ്മൾ വേണമെന്ന് വയ്ക്കണം, അതവിടെ കിട്ടണില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഇനി അവിടെ റിസ്ക് എടുക്കണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. 20 പോയിന്റ് പോയ ട്രേഡാണ്, നിങ്ങൾ 10 പോയിന്റ് പിന്നെയും ലോസ് എടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത് 84,600 പേരാണ്. ഫസ്റ്റ് ട്രേഡ് നമുക്കൊരു 100 പോയിന്റ്, രണ്ടാമത്തെ ട്രേഡ് 40 പോയിന്റാണ് ഒന്നാണത്. പിന്നീട് കൺസോളേഷനാണ്, നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല, കൺസോളേഷനാണ്. നേരത്തെ പറഞ്ഞ ടൈംസിൽ തന്നെ പോയാലും മതി. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇത്തിരി പെട്ടെന്ന് മനസ്സിലാവുക, നമുക്ക് ഇതാണ് ടാർഗറ്റ്, ഇവിടെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇതിൻ്റെ ബൈങ് റേഞ്ച് ഏതാണെന്ന് അറിയണം, മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിവിടെ 3 റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ട്രേഡ് എടുക്കുമ്പോൾ അറിയാം ഫസ്റ്റ് ഓർഡർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. 139 ട്രേഡ് എടുത്താൽ 198 റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 327 റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇഫ് SL നോട്ട് ഹിറ്റ്, മനസ്സിലായില്ലേ? അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ടാർഗറ്റ് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു എൻട്രി പ്രൈസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഈസിയാണ് ഓരോ ട്രേഡ് നമുക്ക് എക്സിറ്റ് അടിക്കാൻ. അപ്പോൾ എൻട്രി പ്രൈസ് അറിഞ്ഞിരിക്കണം, എന്നാലാണ് നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ 25,850 P ആണ്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഹോൾഡിംഗ് ഉണ്ട്, അത് 40 പോയിൻ്റാണ് വന്നേക്കണത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അടുത്ത എൻട്രി 132 അവിടെ റെസിസ്റ്റൻസ് എടുത്താണ് കണ്ടാൽ മനസ്സിലാവും. 40 പോയിൻ്റാണ് അവിടെ അടിച്ചേക്കണത്, റെസിസ്റ്റൻസ് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടാർഗറ്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ ട്രേഡ് നമുക്ക് ഏറ്റവും 111 അതും ഇത് SL ഒന്നും ആവില്ല കേട്ടോ, മനസ്സിലായാലേ? ഇത് 20 പോയിന്റ് എക്സാക്റ്റ് വന്നിട്ടുണ്ട്, അവിടെയും റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. SL അടിക്കുകയാണെങ്കിൽ 10 പോയിന്റ് കൂടെ അടിക്കും, അത്രേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഫസ്റ്റ് നമ്മൾ 89 ട്രേഡ് എടുക്കണം, അതിൻ്റെ റെസിസ്റ്റൻസ് 111 വരണത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം, എന്നിട്ട് അടുത്ത ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അത് ഇവിടെ എത്ര നേരത്ത് നമുക്ക് അത് പിന്നെയും വിൽക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു എൻട്രി പ്രൈസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഈസിയാണ്. അല്ലെങ്കിൽ പിന്നെ ടഫാണ്, നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാണ് ഹോൾഡ് ചെയ്യണത് എന്ന് വരെ നമുക്ക് അറിയില്ല. അതോരോ പ്രശ്നങ്ങളൊക്കെ വരും. 84,700 C ലാസ്റ്റ് കൊടുത്തൊരു ട്രേഡൊക്കെയാണ്. ഇതൊക്കെ ആക്റ്റീവാണ്, പക്ഷേ 10-15 പോയിൻ്റേ പോയിട്ടുള്ളൂ. അപ്പോഴേക്ക് 3.5 ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഡയറക്റ്റ് SL അടിച്ചിട്ടുണ്ട് 108 കേട്ടോ, 25,900. ഇന്ന് സി സൈഡിക്ക് ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ സി സൈഡിക്ക് വന്ന ട്രേഡാണ്, റിവേഴ്സിൽ വന്നു, അപ്പോൾ തന്നെ എടുത്തതാണ്. അത് SL ആണ്. ഈ ഒരു SL ഇന്നുണ്ട്. പിന്നെ നമുക്ക് 93 പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. 93 ആക്കിയാണ് ഞാൻ കൊടുത്ത ലെവല്. അതിലൊരു 8 പോയിൻ്റൊക്കെയാണ് വന്നേക്കണത്. ചില റിക്കവറൊക്കെ നടക്കും, പക്ഷെ 3.5 ആയിരുന്നു മാത്രം. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,800 P ആണ്. 25,800 P നമുക്കൊരു സസ്റ്റെയിനിങ് ടൈം ഉണ്ടല്ലേ. നമുക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ വരെ SL അടിക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ചോയ്സാണ്, മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇറങ്ങുക, ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ SL അടിക്കണ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ റീ എൻട്രികളോ നോക്കേണ്ടി വരും. റീ എൻട്രി ഉണ്ടെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. SL അടിക്കുന്നതോടുകൂടി ഈ ഗെയിം കഴിഞ്ഞു കേട്ടോ അവിടുത്തെ. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾ ഏതാണ് ടാർഗറ്റ് മറ്റേ പിന്നെ SL അടിച്ചിട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, ഈ 2 ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എൻട്രി പ്രൈസ് അറിഞ്ഞാലാണ്, അല്ലെങ്കിൽ അടുത്തൊരു എൻട്രി എവിടെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ടാർഗറ്റ് ഫിക്സ് ആക്കാൻ പറ്റുള്ളൂ. SL എന്തായാലും വെക്കണം, അല്ലാണ്ട് നടക്കില്ല. SL വെച്ചിട്ട് തന്നെ എല്ലാവരും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.